കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളത് ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടി ചെയ്തവർക്ക് വേണ്ടിയുള്ളതും ഉടമ്പടി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള ആധ്യാത്മിക പാഠങ്ങളും ആണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ പഠനവും പ്രമേയവും. ഉടമ്പടിയുടെ പ്രകൃതിയുണ്ട്. ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ ഞാൻ അന്വേഷിക്കുന്നത് അതിലെ ഉടമ്പടി പ്രകൃതികൾ വെളിപ്പെടുത്തുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഉടമ്പടിയുടെ പ്രകൃതി എന്ന് പറയുന്നത് ഉടമ്പടിയുടെ സ്വഭാവം. ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, ആഷ പറഞ്ഞ സാക്ഷ്യങ്ങളിൽ 99% ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മറ്റ് സർട്ടിഫിക്കറ്റുകളും തരാൻ സാധ്യമല്ലെന്നൊരു കട്ടൻ്റെതായിട്ട് പറയുകയാണ്. പക്ഷേ അതിനെക്കുറിച്ച് പറയുന്ന റെസ്പോൺസ് എന്താ? ഞാൻ ആശ്രയിക്കുന്ന ആ 1%. അതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത്. ഞാൻ ആശ്രയിക്കുന്നത് മനുഷ്യൻ്റെ വാക്കുകളിലല്ല, ആ 1% എന്താണ്? ദൈവം പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ആ 1%. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമല്ലേ, ഈ സാക്ഷ്യം പറയാൻ വരുന്നവരിലൂടെയും ദൈവമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആ സാക്ഷ്യം പക്ഷേ ഒത്തിരി പേർക്ക് പുതിയ ആശ്വാസം നൽകും. എന്താ പുതിയ ആശ്വാസം എന്ന് പറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടമ്പടി ചെയ്തിരിക്കുന്ന പല വിഷയങ്ങളും ചിലപ്പോൾ ഹോപ്പ്ലെസ് കേസാവും. ഇപ്പോൾ ഡോക്ടർ തള്ളിയ കേസില്ലേ, രോഗം. അപ്പോൾ ഡോക്ടർ പറയും 60% കിഡ്നി പോയിരിക്കണമെന്ന് പറയും. അപ്പോഴും നമ്മളെന്താ പറയണത്? ബാക്കി 30%, 40% ഉണ്ടല്ലോ. അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇടമുണ്ടല്ലോ, സ്പേസ്. അതാണ് ദൈവത്തിൻ്റെ സ്പേസ് എന്ന് പറയണത്. ദൈവത്തിൻ്റെ സ്പേസിൽ വർക്ക് ചെയ്യണത് എപ്പോഴും നിങ്ങൾ നോക്കണം. നിങ്ങളൊന്ന് മനസ്സിൽ ആത്മശോധന ചെയ്ത് നോക്ക്. എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇതുപോലെ എന്തെങ്കിലും വിഷയം, ഒരു സ്ഥലം വിറ്റുമാറാൻ പറ്റണില്ല, ഇപ്പോൾ 30 വർഷമായി വിറ്റുമാറാത്ത സ്ഥലം ഇന്നലെ വിറ്റുമാറിയെന്നും പറഞ്ഞൊരു സാക്ഷ്യം വന്നു. അപ്പോൾ വഴിയില്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ അത് വരുന്നത്. അപ്പോൾ അത് സാധ്യതയില്ലല്ലോ, വഴിയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ വാങ്ങിക്കത്തില്ലല്ലോ. അപ്പോൾ വഴിയില്ലാത്ത സ്ഥലം വിറ്റുമാറാൻ വിശ്വാസമില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാൻ പോലും, കാരണം വിശ്വാസമില്ലാത്തവരെന്നാ വർക്ക് ചെയ്യണം? യുക്തിയല്ലേ വർക്ക് ചെയ്യണത്. യുക്തിപരമായിട്ട് വഴിയില്ലാത്ത സ്ഥലം ആര് വാങ്ങിക്കാനാണ്? നമ്മളാണെ വാങ്ങിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ പിൻകാല് ഇടും. അപ്പം അങ്ങനെ ഒരു സാധ്യമല്ലാത്ത ഒരു സ്ഥലം, ഒരു സാധ്യമല്ലാത്ത ഒരു കാര്യം ഉണ്ടാകത്തില്ല ഒരിക്കലും. പറഞ്ഞ മനസ്സിലായോ മക്കളെ? സാധ്യമല്ലാത്ത ഒരു കാര്യവും ഉണ്ടാകത്തില്ല. അതാരാ പറഞ്ഞത്? ഈശോ പറഞ്ഞതാ. സാധ്യമല്ല എന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ചോര വിയർക്കണ സമയത്ത് ഓപ്ഷൻ ഇല്ലാത്ത ഒരു സന്ധ്യയായിരുന്നത് അല്ലേ? ഒരു തിരഞ്ഞെടുപ്പില്ല, പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റാൻ വേണ്ടി വന്നയാളാണ്. അപ്പം മാനുഷികമായ ഒരു പാഷൻ, പേടി, വേദന എല്ലാം കൊണ്ട് കർത്താവ് ചോദിച്ചു, പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്ന് മാറ്റണമേ. പക്ഷെ അതൊക്കെ മുമ്പ് അതിനുശേഷം ഈശോ പറയും, ആ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ഈശോ പറയും, പിതാവേ അങ്ങേക്കെല്ലാം സാധ്യമാണ്. അപ്പോഴും നമ്മൾക്ക് സാധ്യമല്ലാത്ത സമയത്തും നമ്മൾ പറയേണ്ടത് എന്താണ്? അങ്ങേക്കെല്ലാം സാധ്യമാണെന്നാണ്. ഇപ്പോഴൊരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ, നടക്കത്തില്ല എന്ന് കണ്ടപ്പോഴേ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാടിയെന്ന്. അപ്പം അമ്മ വീട്ടുകാർ ചോദിച്ചു, നിനക്ക് വട്ടാണെന്ന് ചോദിച്ചെന്ന് അല്ലേ? ആ സാക്ഷ്യം കേട്ടില്ലേ? നടക്കത്തില്ല എന്ന് കണ്ടപ്പോഴേ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാട്ട് പാടി സ്വരത്തിൽ. ഓരോരുത്തരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന രീതിയിൽ കണ്ടില്ലേ? നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് പാട്ട് പാടിയെന്നാണ്.
അമ്മ പാട്ട് പാടിയപ്പോൾ മക്കൾ ചോദിച്ചു വട്ടാണെന്ന് ചോദിച്ചെന്ന്, അല്ലേ? കാര്യം മക്കൾ ഒരു യുക്തിയുടെ അപ്പുറത്തൊക്കെ സംഭവിക്കുന്ന വിഷയങ്ങൾ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ സംശയത്തോടെയാണ് ആ വിഷയങ്ങൾ നോക്കുന്നത്. അമ്മയുടെ ആ വിശ്വാസ നിലവാരത്തിലേക്ക് മക്കൾ വളർന്ന് വരേണ്ടതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്. അപ്പം അമ്മ പറഞ്ഞു, കർത്താവ് എങ്ങനെയും വിഷയത്തിൽ ഇടപെടും. കർത്താവിന് സാധ്യമല്ലാത്ത ഒരു വിഷയം, അതായത് പിതാവായ ദൈവത്തിന് കുരിശ് മരണം ഓപ്ഷനില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ്, വേറെ ഒരു തിരഞ്ഞെടുപ്പിന് സാധ്യമല്ലാത്ത ഒരു സമയത്താണ് ഈശോ പറയണത്, പിതാവേ അങ്ങേക്കല്ല. എന്നിട്ട് പിതാവ് അവിടെ ഒരു പ്രത്യേക പോംവഴി ഉണ്ടാക്കി. എന്താണത്? അതാണ് സംഭവം. ആ ശിശുക്ക് പിതാവേ അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് പറഞ്ഞതിന് ആ വിശ്വാസം ഈശോ ചോര വിയർത്ത് പ്രഖ്യാപിച്ചു. ഈശോ വിശ്വാസം പ്രഖ്യാപിച്ചത് ചോര വിയർത്ത, അല്ലേ? ചോര വിയർത്ത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ പിതാവ് മറുപടി പറയും. പിതാവ് എങ്ങനെ മറുപടി പറഞ്ഞത്? അതിനെ അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ വന്നു. പ്രൈസ് ദി ലോർഡ്. ഓർക്കണത് ശരിക്കും 18:6 യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 6 മുതലുള്ള വാക്യം. അവൻ്റെ ശത്രുക്കൾ പോലും നിലം പതിപ്പിച്ച ശക്തിയാണത്. അത് ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതാണ്. ഒരു സാധ്യതയും ഇല്ലാത്തപ്പോൾ നമ്മുടെ യുക്തിക്കോ ബുദ്ധിക്കോ സങ്കല്പത്തിനോ അപ്പുറത്ത് നിന്ന് ദൈവത്തിൻ്റെ ഒരു സാധ്യത എന്താണ്? കർത്താവിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അവൻ ചാടി എഴുന്നേറ്റില്ലേ? എന്നിട്ട് എന്താണ്? ശത്രുക്കൾ നേരെ ഇറിച്ചിൽ പോലെയാണ് പാഞ്ഞു ചെല്ലണത്. ഹും ഡു യു സീറ്റ്? ആ ചോദ്യം കേട്ടല്ലേ? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അതൊക്കെ മുമ്പ് എന്നാ പറഞ്ഞത്? മിണ്ടിയും പറഞ്ഞിരിക്കും പത്രോസേ, ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്നൊന്ന് അറിയട്ടെ, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞ ആളാ. മാനുഷികമായി പേടിച്ചു പോയ ആളാണ്. പക്ഷേ പെട്ടെന്ന് കാര്യം ഈശോ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ കാര്യം നമ്മൾ ഒടുക്കത്തെ അത്താഴത്തിൽ ഈ കർത്താവ് ഇതെൻ്റെ ശരീരമാണെന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അപ്പം അവൻ മുറിച്ചില്ലേ, അപ്പം തന്നെ മുതലാണ് പാഷൻ ആരംഭിക്കണത്. ശരിക്കും കർത്താവിൻ്റെ ശരീരം ദിസ് ഈസ് മൈ ബോഡി എന്നല്ലേ പറയണത്. എൻ്റെ ശരീരത്തെ പോലെ ഇരിക്കണം എന്നല്ലല്ലോ പറയണത്, ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറിച്ചു കീറണത് അപ്പം. അതോടുകൂടി പാഷൻ ആരംഭിക്കും. പിന്നെ ചോര വിയർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോണത്. ആ സമയത്ത് പോലും ദൈവത്തിന് ഈശോയെ നിലനിർത്താനുള്ള പദ്ധതികളുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും ദൈവബദലെ നീ ഓർക്കണം, നീ ചോര വിയർക്കണ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പം ജട്ടി നടപടി വരാം, അപ്പോഴും നീ പതറരുത്. എന്താ കാര്യം എന്നറിയാവോ? അങ്ങനെ സംഭവിച്ചു പോയാൽ പോലും നീ പേടിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സംഭവിച്ചാലും അപ്പോഴും ദൈവത്തിൽ നീ വിശ്വസിച്ചുകൊണ്ട് നന്ദി പറയണം. കാര്യം എന്താണ്? പിതാവേ അങ്ങയ്ക്ക് എല്ലാം സാധ്യമാണ്. യേശു ക്രിസ്തുവിനെ ചോര ഉയർത്തപ്പോൾ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന ബോധ്യത്തോടുകൂടി ദൈവത്തിലേക്ക് ആശ്രയിക്കാനായി വചനം അയച്ചുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമേ. വിശേഷ പ്രബോധനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ CK ജോയി എന്ന് പറഞ്ഞ സഹോദരൻ, ഒരു ബ്രദർ സാക്ഷ്യം പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ വളരെ ശ്രദ്ധിച്ചായിരുന്നു. എന്താ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്? കർത്താവിൻ്റെ കരുണയെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. ആ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാര്യം അതൊക്കെ അഭിഷേകത്തെ തന്നെ എഴുതിയായിട്ടുള്ള വാക്കുകളാണ്. ആ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. ചുമ്മാ എഴുതാൻ അങ്ങനെയൊന്നും പറ്റത്തില്ല.
കാര്യം ഉടമ്പടി മാതാവിനെ കുറിച്ചാണ്, വാഗ്ദാന പേടകത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിനുശേഷം അവസാനം പറഞ്ഞ വാക്കുകളാണ്, കർത്താവിൻ്റെ കരുണയെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹം ലഭിക്കുമെന്നാണ്. ചിലപ്പോൾ അദ്ദേഹം പോലും അറിഞ്ഞു കാണത്തില്ല അത് വലിയൊരു സംഭവമാണെന്ന്. അഭിഷേകത്തിൽ അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പറയണതല്ലേ. അപ്പോൾ അത് സംസാരിക്കണ ആരായിരിക്കും? കർത്താവായിരിക്കും. അപ്പം ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ലൂക്ക 1:72 വചനമാണ്. ലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 72 വചനം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം സത്യമാണ്. ജീവിത പ്രയാസങ്ങൾ കൂടുമ്പോൾ ദൈവമേ കർത്താവിന്റെ കരുണയെ ആശ്രയിച്ചുകൊണ്ട്, കർത്താവിന്റെ കരുണയെ ഓർത്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കുവാൻ ബോധിപ്പിക്കുന്നു. നന്ദി പറയുന്നു. അതിങ്ങനെയാണ് ലുക്കായുടെ സുവിശേഷം, വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 72-ാം വാക്യം. നമ്മുടെ പിതാക്കന്മാരോട് ഏറ്റുപറയുക, നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കുവാനും നമ്മുടെ പിതാവായ എബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനും വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഉടമ്പടി നമ്മൾ അനുസ്മരിക്കണ എന്നാ കാരുണ്യമാണ്. ശരിക്കും അത് കറക്റ്റാ. അതാ ലൂക്ക 1:72, 73, 74 പിന്നെ 75 വരെ വചനങ്ങളാണ് ആ പറഞ്ഞത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കണ എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, അല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ ലൂക്കാ സുവിശേഷം വിളിക്കണത് എന്താ? ദൈവത്തിൻ്റെ കാരുണ്യമെന്നാണ്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ദൈവത്തിൻ്റെ കാരുണ്യമായത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കണത്? നോട്ട് ബൈ മെറിറ്റ് ആണ്, ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യസ് 2:8 എന്താണ്? നമ്മുടെ യോഗ്യതയല്ല, കാരുണ്യമല്ലേ. കാരുണ്യം എങ്ങനെ യോഗ്യതയാകണത്? അതാണ് എഫേസ്യസ് 2:8, നോട്ട് ബൈ മെറിറ്റ്. കർത്താവ് നമ്മുടെ യോഗ്യതയാലല്ല, ദൈവത്തിൻ്റെ ബട്ട് ബൈ ഗ്രേസ്, കൃപയാൽ, കർത്താവിൻ്റെ കൃപ. ഉടമ്പടി ആശ്രയിക്കണ എന്തിനാണ്? ദൈവത്തിൻ്റെ കൃപയിലാണ്. അവിടെ നമ്മുടെ മെറിറ്റിന് യാതൊരു സ്ഥാനവുമില്ല. മെറിറ്റിന് സ്ഥാനം വന്നാൽ പിന്നെ യുക്തിയായിരിക്കും അവിടെ വർക്ക് ചെയ്യണത്, അല്ലേ? യേശുക്രിസ്തുവിന് നമുക്ക് നൽകിയത് നമുക്ക് യോഗ്യത ഉണ്ടായിട്ടാണോ? ആണോ? അല്ല, ദൈവത്തിൻ്റെ കാരുണ്യമാണ്. യേശുക്രിസ്തുവിന് നമുക്ക് ദൈവം നൽകിയത്, നമ്മുടെ പാപത്തിന് പരിഹാരമായി നൽകിയത് നമ്മുടെ യോഗ്യത അനുസരിച്ചല്ല. ഇപ്പം കുർബാനയിൽ നമ്മൾ പറയില്ലേ, കർത്താവെ അങ്ങ് എൻ്റെ വീട്ടിൽ എഴുന്നള്ളി വരാനുള്ള യോഗ്യത എനിക്കില്ല, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. അതെന്താണ്? അത് ഒരു ബൈബിൾ അറിയാത്ത റോമാക്കാരൻ പറഞ്ഞ വാക്കാണത്. കുർബാനയിൽ ഇപ്പോഴും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ദൈവവചനം പോലെ. ബൈബിൾ അറിയാത്ത ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യഹൂദനല്ല, അവന് പഴയ നിയമമൊന്നും അറിയത്തില്ല. ഈ റോമാക്കാരൻ ബൈബിള് കണ്ടിട്ട് പോലും ഇല്ല. റോമാക്കാരനായ ശതാധിപൻ ബൈബിള് കണ്ടിട്ട് പോലും ഇല്ല. കർത്താവിൻ്റെ വചനം കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ലെങ്കിലും ആരറിയാം?
കർത്താവിനെ അവന് അറിയാം. എങ്ങനെ അറിയാം? അവൻ്റെ കഴിവിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ കാരുണ്യം പ്രവർത്തിച്ചാൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ കാരുണ്യമുള്ളവനാണെന്നറിയാം. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉടമ്പടിയിൽ പ്രാർത്ഥിക്കുന്നത് പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ഹല്ലേലൂയ. അപ്പോൾ ലൂക്ക 1:72 വായിക്കുക. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കുവാനും. ഈ അൾട്ടിമേറ്റ് പ്രോമിസ് എന്താണ്? പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ സാരസംഗ്രഹം എന്താണ്? ഈശോയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? ഈശോയാണ്. അൾട്ടിമേറ്റ് പ്രോമിസ്. ഉടമ്പടി ലക്ഷ്യം വെക്കുന്ന അൾട്ടിമേറ്റ് പ്രോമിസ് എന്താണ്? ആത്യന്തിക വാഗ്ദാനം എന്താണ്? യേശുക്രിസ്തുവാണ്. ഉടമ്പടി അന്വേഷിക്കണത് എന്താ? യേശുക്രിസ്തുവിനെയാണ്. ഈ ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് ചിന്തിക്കണം കേട്ടോ. വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ നമ്മൾ ചെയ്യണത് എന്താ? യേശുക്രിസ്തുവിനെയാണ്. കർത്താവിൻ്റെ അരൂപി സ്വീകരിക്കുക, കർത്താവിൻ്റെ വാക്കുകൾ നടപ്പിൽ വരുത്തുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിൻ്റെ സാക്ഷിയാവുക. ലക്ഷ്യം ക്രിസ്തുവാണ് ഉടമ്പടിയുടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ചില ആൾക്കാരെ അറിയാതെ പറയവേ. ഇപ്പം ചില സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞില്ലേ ജോസപ്പച്ചനോട് ഉടമ്പടി ചെയ്തതെന്ന്. സാരയില്ല. അങ്ങനെയാണെങ്കിലും കർത്താവിൻ്റെ കാര്യങ്ങളല്ലേ പറയണത്. അപ്പം ചിലർ പറയും മാതാവിനോട് ഉടമ്പടി ചെയ്തെന്ന്. മാതാവിനോടൊന്നും നമ്മൾ ഉടമ്പടി ചെയ്യണില്ല. മാതാവ് വഴിയാണ് നമ്മൾ കർത്താവിനോട് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ലക്ഷ്യം എന്താണ്? അപ്പോഴും ക്രിസ്തുവിൻ്റെ വാക്കും പ്രവൃത്തികളുമാണ്. ക്രിസ്തുവിൻ്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ കാലങ്ങളിൽ കർത്താവിൻ്റെ കൈയും കാലുമായി ലോകത്തിന് സുബിസിന് സാക്ഷിയാക്കി തീർക്കുമ്പോൾ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അഭിഷേകം ചെയ്യും. കൈ അടിച്ച് കർത്താവ് നമുക്ക് തമ്മിലില്ല എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് ഇത്രയും പവർ അടിക്കണേ. അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനോട് ഉടമ്പടി ചെയ്യാൻ കാരണം എന്താണ്? അമ്മയുടെയും ഈശോയുടെയും നമ്മുടെയും നടുക്ക് അമ്മയേക്കാൾ മെറിറ്റോറിയസ് ആയിട്ടുള്ള ഒരാൾ ഇല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. തന്നെയല്ല, അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ്. നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ പോലും ദൈവത്തിന് ലീസ്റ്റ് കൺസേൺ ഉള്ള ഒരു വിഷയമാണ്. അവിടെ വീഞ്ഞുണ്ടാക്കിയിട്ട് ദൈവത്തിന് എന്നാ കാണിക്കാനോ? ഒന്നും ചെയ്യാനില്ല. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പോകും. പക്ഷേ ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ പോകും. കുടുംബത്തിന് അപമാനം ഉണ്ടെങ്കിൽ അപമാനം ഉണ്ടാകും. അത് ലോകാരൂപി കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ അപമാനം ഉണ്ടാകും. അതൊക്കെ ലോകാവികമായ വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ അമ്മ തയ്യാറല്ല. അതാണ് പ്രശ്നം. അമ്മ തയ്യാറല്ല. അമ്മ തയ്യാറല്ലാത്തത് എന്താ? അപ്പാടെ ഒരു മനസ്സാണ്. നമ്മൾ അപമാനിക്കപ്പെടാൻ, മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കപ്പെടാൻ ദൈവം തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഒരു വിഷയമാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു, കഴിഞ്ഞ മാസം പറഞ്ഞില്ലേ, ലേയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവിടെ തൊട്ട് തുടങ്ങിയ വിഷയങ്ങളാണിത്. ലേയ അവഗണിക്കപ്പെടുന്നതായിട്ട്. ലേയ അവഗണിക്കപ്പെടാൻ കാര്യമെന്നാണ്? റാഹേൽ സുന്ദരി ആയതുകൊണ്ടാണ്. റാഹേൽ സുന്ദരി ആയതുകൊണ്ടുള്ള കുഴപ്പം എന്താ? യാക്കോബിന് റാഹേലിനോട് പ്രത്യേക കമ്പമുണ്ടായി. അപ്പോഴും ലേയ അവഗണിക്കപ്പെട്ടു. നിസ്സാരമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊന്നും നിസ്സാരമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ താല്പര്യമുണ്ടായി നമ്മൾ അവഗണിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിനത് ഫീൽ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. അതല്ലേ ഒരു മകളിവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, എനിക്കിഷ്ടപ്പെട്ട വചനം എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കർത്താവ് സൂക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞു. എലിസബത്തും എന്താണ് പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന അപമാനം കർത്താവ് പരിഹരിച്ചു. ഇതൊക്കെ കേൾക്കണം മക്കളെ. ഇപ്പം നമ്മുടെ തെറ്റു നടപടി വന്ന് നമുക്ക് എന്നാ സംഭവിക്കണത്? സ്വന്തം ബന്ധുക്കളെ സ്വന്തപ്പെട്ടവർ തന്നെ നമ്മളെ അപമാനിക്കും അല്ലേ? എന്നിട്ട് നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ്, കള്ളുകൂടിയാണ്, ആനയെ കൂന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സഹായിക്കാതിരിക്കാനുള്ള പരിപാടികളൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? തന്നെത്താൻ വരുത്തി വെച്ചതാണ്, എന്തെല്ലാം കാര്യങ്ങൾ പറയും. തന്നെത്താൻ വരുത്തി വെച്ചതാണ്, ഞാൻ അന്നേ പറഞ്ഞതാണ് എന്നൊക്കെ പറയും.
ആരും ഒരു ചെറിയ വിരൽ കൊണ്ടൊന്നും സഹായിക്കത്തില്ല, പക്ഷെ ഭയങ്കര ഡയലോഗ് ഫിറ്റ് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിൽ നിന്ന് വിഷമിക്കും. ശരിക്കും നിൻ്റെ ആ ഇടനെഞ്ചിൻ്റെ പൊള്ളലൊക്കെ കർത്താവ് കാണുന്നുണ്ടെന്നല്ലേ പറയണേ? അതല്ലേ പറയണം, മനുഷ്യരുടെ മുമ്പിൽ എനിക്കുണ്ടായിരുന്ന അപമാനം. നിങ്ങൾ ഇതൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്നറിയാവോ? അത് കർത്താവിൻ്റെ ഒരു നിലപാടും നയവുമാണ്. എന്താണ്? കർത്താവേ, മനുഷ്യരുടെ മുമ്പില് ഞാൻ അപമാനിക്കപ്പെടാൻ ഇഷ്ടമില്ലാത്ത നിന്റെ മനസ്സാണല്ലോ പ്രായമായ എലിസബത്തിലൂടെ വെളിപ്പെട്ടു വന്നത്. ഞാൻ ആ വചനഭാഗം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളിലെ ചില കാര്യങ്ങള് നടന്നില്ലെങ്കിൽ എനിക്ക് അപമാനം ഉണ്ടാകുമെന്ന് ഓ കർത്താവേ നീ ഓർക്കണമേ. നിന്റെ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്നോട് കാരുണ്യം കാണിക്കണമേ. നിന്റെ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് എന്നോട് കാരുണ്യം കാണിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ലൂക്കാ 1:72 അൾട്ടിമേറ്റ് ആത്യന്തിക വാഗ്ദാനം യേശുക്രിസ്തുവാണെന്ന്. നമ്മുടെ പിതാക്കന്മാരുടെ വഴി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാരുണ്യം എന്താണ്? കർത്താവിനെ നമുക്ക് നൽകുകയാണ്. ഇപ്പോൾ പൗലോസിൻ്റെ കാലം വന്നപ്പോൾ പൗലോസ് എന്നാ പറഞ്ഞെന്നറിയാവോ? ഉടമ്പടി പ്രകാരമാണ് നമുക്ക് കർത്താവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലേ അല്ലേ അല്ല, വെറുതെ അല്ല. ഈശോയെ നമുക്ക് നൽകിയത് ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ചുള്ള ഉടമ്പടി പ്രകാരമാണ്. പക്ഷെ പൗലോസ് എന്താ പറയണമെന്നറിയാവോ? ഈ ഉടമ്പടിയിൽ നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം റോമ 8:32 എന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നമ്മൾക്ക് നൽകുകയില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പം മനസ്സിലായില്ലേ? ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് പ്രോമിസ്, ആത്യന്തിക വാഗ്ദാനം എന്താണ്? യേശുക്രിസ്തു. അതാണ് ലൂക്കാ 1:72. അത് പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാ പൗലോസിലൂടെ വെളിപ്പെടുത്തുന്നത് എന്താണ്? അൾട്ടിമേറ്റ് ആത്യന്തികമായ വാഗ്ദാനം യേശുക്രിസ്തു ആണെങ്കിൽ ആ യേശുക്രിസ്തുവിനോട് കൂടെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമസ്തവുമാണ്. കൈയടിച്ച് കർത്താണ് യേശുക്രിസ്തുവിൻ്റെ കൂടെ സമസ്തവും എന്ന് പറഞ്ഞ ദൈവം യേശുക്രിസ്തു നൽകിയവൻ, യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടെ സമസ്തവും. ഈ സമസ്തവും എന്നുള്ള വാക്ക് കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ ഒന്നും ബാക്കി വെക്കാതെ പൗലോസ് പറയുന്ന വാക്കാണ് സമസ്തവും. എൻ്റെ അപ്പുറത്തുമില്ല നത്തിങ് മോർ നത്തിങ് ലെസ്. എൻ്റെ അപ്പുറത്ത് കൂടുതലുമില്ല കുറവുമില്ല. എന്താണ്? സമസ്തവും. ദൈവവേദന 1 കൊറിന്ത്യൻസ് 15:26 എന്താ? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു. ഈ രണ്ട് സമസ്തവും ഒരുമിച്ച് വെക്കുമ്പോഴാണ് യേശുക്രിസ്തു ആരാണെന്ന് അറിയണത്. കൈ അടിച്ച് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം അങ്ങ് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പൊ രണ്ട് സമസ്തവുമാണ് നമ്മുടെ ധ്യാനത്തിന് ഇപ്പോഴും പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള ലിങ്ക്. ഇപ്പൊ കിട്ടിയ ലിങ്കാണ്. അതായത് ഇപ്പൊ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ഒന്ന് ലൂക്ക വീട്ടിൽ ഇപ്പോൾ വായിക്കേണ്ടതാണ്. റോമ 8:32 എന്താ പറയണത്? നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ. പറഞ്ഞ് നമുക്ക് യേശുക്രിസ്തുവിനെ നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക്
നൽകുകയില്ലേ? നൽകാതിരിക്കുമോ? ഇതിൻ്റെ കൂടെയാണ് 1 കൊറിന്ത്യസ് 15:26 27. 15:27 എന്താണ്? ദൈവം സമസ്തവും പറഞ്ഞേ, ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. ഇത് പൗലോസിന് പറയണത് എങ്ങനെയാണെന്ന് അറിയാമോ? പത്രോസ് പറയണത് അതുകൊണ്ട് എന്താ? ദ സിംഗിൾ നെയിം ഇസ് ഗിവൺ. ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ മനുഷ്യന് രക്ഷ നൽകാൻ. 4:12 ഇത് പോണത്. നടപടി 4:12. മക്കളെ, ഈ വിഷയം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പട്ടാങ്ങിയായി പറയണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച്, ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവാകുന്ന വലിയ വാഗ്ദാനത്തെക്കുറിച്ച്, ആന്തരിക ശക്തിയെക്കുറിച്ച്, ആ നാമത്തിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന സ്വർഗീയ ശക്തിയാൽ എന്റെ ബുദ്ധിയെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, യേശുക്രിസ്തുവിനെ ലഭിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നമുക്ക് ലഭിക്കില്ല. യേശുക്രിസ്തു ജീവിതത്തിന്റെ സമസ്ത സാധ്യതകളാണ്. യേശുക്രിസ്തു ജീവിത പ്രശ്നങ്ങളുടെ സമസ്ത പരിഹാരമാണ്. യേശുക്രിസ്തു കൈ അടിച്ചു കടത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലൂക്ക ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്ക 1:73 നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ഏറ്റു പറയുക, നമ്മുടെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് മോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകുന്നതിനുമായിട്ടാണ് ഇത്. ഏതാ? ഉടമ്പടി. അതാണ് സംഭവം. ലൂക്ക 1:75 വരുമ്പോഴാണ് പരിശുദ്ധിയിലും പറഞ്ഞേ, പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ. അതായത് ഉടമ്പടി നമ്മളെ എപ്പോഴും പരിശുദ്ധിയിലും നീതിയിലും കർത്താവിൻ്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ സഹായിക്കുന്ന ദൈവിക പദ്ധതിയാണ്. അത് ഇത്രയും ഫലവത്താകാൻ കാരണം എന്താണ്? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ്. കാര്യം അമ്മ ഉടമ്പടിയുടെ അമ്മയാണ്. കാര്യമെന്താണ്? വാഗ്ദാനപ്രകാരം ദൈവം ഉടമ്പടി പ്രകാരം നമുക്ക് നൽകിയ യേശുക്രിസ്തുവിനെ വാഗ്ദാന പേടകമാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയിലൂടെയാണ് ലോകത്ത് നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ഉടമ്പടിയുടെ പ്രയോക്താവാണ്. പുതിയ നിയമത്തിലെ ഉടമ്പടി നിലവിൽ വരാൻ വേണ്ടി ദൈവത്തോട് സഹകരിച്ച ഒരേ ഒരു വ്യക്തിത്വം. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, അമ്മയുടെ മധ്യസ്ഥതയാൽ ഉടമ്പടി ചെയ്യാൻ സാധിച്ച ഞങ്ങളോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഉടമ്പടി ചെയ്ത മക്കള് യേശുക്രിസ്തുവിനെയാണ് അന്വേഷിക്കുന്നത് എന്ന് ഞങ്ങൾ വെളിപ്പെടുത്തിയ ദൈവമേ, ലോകത്തിന് ഈശോനെ സംരഭ്യമാക്കിയത് പരിശുദ്ധ അമ്മയാണ്, ദൈവത്തിൻ്റെ ഉപകരണമായത്. ആ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും കൊണ്ട് യേശുക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുമ്പോൾ അമ്മയെപ്പോലും നമ്മളും ഇക്കാലങ്ങളിൽ വാഗ്ദാന പേടകമാകുന്നു. അതാണ് ഉടമ്പടിയുടെ അത്ഭുതം. കൈയടിച്ച് കർത്താവ് സ്വീകരിച്ചോ? ഈ വചനം കേൾക്കുന്ന സമയങ്ങളിൽ പലർക്കും നിങ്ങൾക്ക് അടുത്ത മാസം വരെ സാക്ഷ്യം പറയാൻ കഴിയും.
നിങ്ങൾക്ക് അഭിഷേകം ഉള്ളതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്ത് കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വചനമയച്ച് ഞങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കരുത്ത് ഉടമ്പടി ചെയ്ത മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്നുള്ള വലിയ സ്വർഗീയ വെളിപ്പെടുത്തലിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. വലിയ വെളിപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ജീവിക്കുവാൻ നമുക്ക് ലഭിച്ച വലിയ വെളിപ്പെടുത്തലിനെ ഓർത്ത് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോഴേ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവികമായ ശാസന പ്രാർത്ഥനയും വിടുതൽ പ്രാർത്ഥനയും. ഇപ്പോഴേ ഈശോ അച്ഛന് നൽകുന്ന ആന്തരികമായ ഒരു പ്രേരണ, വളരെ മോശമായ രീതിയിൽ വുഡിൻ്റെ ഇടത് ഭാഗത്തായി അകത്ത് കോശങ്ങളുടെ കളറ് മാറി കറുത്തുകൊണ്ടിരിക്കുന്നൊരു ഭാഗമുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം നൽകുന്ന ദൈവമേ, അവിടുത്തെ വചനമയച്ച സൗഖ്യമേ ഞങ്ങൾക്കായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഈ ഒരു മാസത്തെ വളർച്ച ഫീറ്റസ് ആണ്. ഫീറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗർഭസ്ഥ ശിശു ഒരു 2 മാസം അല്ലെങ്കിൽ എൻ്റെ സൈഗോട്ട് പോലെയുള്ള അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ 1.5 മാസം വളർച്ചയുണ്ട്. 1.5 മാസം വളർച്ച. ഈ 1.5 മാസം വളർച്ചയാകുമ്പോൾ പെട്ടെന്ന് അബോട്ടായി പോവും. മനസ്സിൽ ശ്രദ്ധിക്കുക. 1.5 മാസം വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അബോട്ടായി പോകും. അതാണ് വിഷമം. ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പോയതിന് ശേഷം ഇപ്പോൾ 1.5 മാസം പ്രഗ്നൻസി ഉണ്ട്. ഈ ഉദരത്തിനെ കർത്താവ് കാണിക്കുന്നുണ്ട്, കുഞ്ഞിനെ ഉൾപ്പെടെ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. വലതുകരത്താൽ മക്കളില്ലാത്തവരെ സ്പർശിക്കണം കർത്താവേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന സത്യത്തിൽ ധരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുന്ന വചനത്താൽ മക്കളില്ലാത്തവർക്ക് യേശു നാമത്തിൽ മക്കളെ ലഭിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കറണ്ട് അടിച്ച് ഷോക്കായിപ്പോയി. ചിലപ്പോൾ അടുത്ത കാലത്താകാം, അല്ലെങ്കിൽ താമസിച്ച് നേരത്തെ ഉള്ള കേസാകാം. അതിൻ്റെ പേരിൽ കോശങ്ങളും ഒക്കെ വെന്ത് പോയിട്ടുണ്ട്. പിന്നീട് ഒരിക്കലും കോശങ്ങൾ അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടേയില്ല. അങ്ങനൊരു വ്യക്തി ഷോക്ക് മൂലം കോശങ്ങളോ ഞരമ്പുകളോ വെന്ത് പോയിട്ട് പിന്നീട് അവിടെ സ്വാധീനമില്ലാത്തൊരവസ്ഥയിൽ പല കാര്യങ്ങൾക്കും പ്രതിരോധങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നമുക്ക് സമൂഹം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വൃക്ഷങ്ങളില്ലാത്തവരുണ്ട്, വൃക്ഷങ്ങൾ വീക്കമുള്ളവരുണ്ട്, വൃക്ഷങ്ങൾ ചുങ്ങിപ്പോകുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുണ്ട്. അണ്ട ഉൽപ്പാദിപ്പിക്കാത്തവരുണ്ട്, ഉൽപ്പാദിപ്പിച്ചത് മൂവ്മെൻ്റ് ഇല്ലാത്തവരുണ്ട്, ബീജത്തിന് കൗണ്ടില്ലാത്തവരുണ്ട്, ജനിതകമായ എല്ലാ വൈകല്യങ്ങളും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദിവ്യകുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന രക്ഷകനായ ദൈവമേ, അങ്ങ് സൃഷ്ടിച്ച മനുഷ്യർക്ക് ജനിതക വൈകല്യങ്ങള് അങ്ങയുടെ മഹത്വത്തിന് വെളിവാക്കുവാൻ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ. ശ്രുതികടെ വിശ്വാസ പ്രമാണം ചൊല്ലേണ്ടതാണ്. നിങ്ങളല്ല, നിങ്ങൾ അച്ഛൻ്റെ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന സന്നിധാനത്ത് നിൽക്കുന്നവരാണ്. സന്നിധാനം വിട്ട് അന്യ രാജ്യങ്ങളിൽ നിൽക്കുന്നവർ ഇപ്പോഴേ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അസ്ഥിവേദനപ്പാടുകളിലും അസ്ഥി ദ്രവിക്കുന്നിടയിലും അസ്ഥി ഉറയുന്ന സ്ഥലങ്ങളിലെല്ലാം കൈകൾ വെക്കട്ടെ. നിങ്ങൾ
അസ്ഥിവേദന പാടുകൾ കൈവച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുമിശിഹായേ, അസ്ഥിവേദന പാടുകളില് കൈകൾ വെച്ചുകൊണ്ട് ശ്രുതിക്കുന്ന മക്കളുടെ മേൽ കർത്താവിന്റെ തിരുമുറുവാർന്ന് വലത് കർത്താവ് സ്പർശിക്കണമേ. അടിപ്പിടൽ പോലെ വൈദാഖാനം വരെ ദൈവികമായ ശക്തിയാൽ അസ്ഥിരോഗങ്ങള് യേശു ക്രിസ്തു നാമത്തില്, അസ്ഥിരോഗങ്ങള് യേശു ക്രിസ്തു നാമത്തില് സൗഖ്യമാകട്ടെ. ലിക്വിഡായിട്ട് ഉണ്ടാകുന്ന ഇപ്പം മുലപ്പാൽ പോലും ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ട്. ചിലപ്പോൾ രക്തം ശ്വേതരക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ട്. അതിൻ്റെ പേര് ബ്ലഡ് ക്യാൻസറും പലതരത്തിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള അണുക്കളുടെ സാന്നിധ്യം കൂടുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ശാരീരിക പരാധീനതകളാണ്. ചിലർക്ക് ലോ പ്രഷറായിരിക്കും, നോർമൽ അല്ലാത്ത പ്രഷർ. ചിലർക്ക് ക്രിയാറ്റിൻ ഉണ്ടാവും, അത് ചിലപ്പോൾ കൂടുതലായിരിക്കും. അത് നോർമൽ അല്ലാത്ത അവസ്ഥ. ഈ അബ്നോർമലായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ വെക്കാൻ പോവുകയാണ്. കാരണം കർത്താവാണ് ഇല്ലായ്മയിൽ നിന്നെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ മക്കൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായി രക്തവും കരളിലും കിഡ്നിയിലും ഉണ്ടാകുന്ന ക്രിയാറ്റിൻ, ബിൽഡ്രൂബിൻ എല്ലാത്തിൻ്റെ അളവുകൾ, ഷുഗറിൻ്റെ അളവുകൾ, പ്രഷറിൻ്റെ അളവുകൾ, ഓരോ കാര്യങ്ങൾക്ക് ആവശ്യമായ മിനറൽസിൻ്റെ അളവുകൾ കർത്താവേ നീ ആഗ്രഹിച്ച, നീ സൃഷ്ടിച്ച രീതിയിൽ നോർമലാകാൻ വേണ്ടി നിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ സൗഖ്യം നിറയട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് വാതരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശരീരത്തിൽ പെട്ടെന്ന് നീര് കെട്ടുക, പെട്ടെന്ന് അകത്ത് മുഴയുണ്ടാകുക, സിസ്റ്റ് ഉണ്ടാകുക, ഇങ്ങനെ ഒരു അബ്നോർമലായിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടാകുന്നതിനെതിരെ നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അമ്മമാത പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ പറഞ്ഞൊരു സ്ഥലമാണിത്. ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ കാണാം, എപ്പോൾ വേണമെങ്കിലും നോക്കാം. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളുടെ വിവിധങ്ങളായ കണ്ണുനീരിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആ കണ്ണുനീരിനെ കരുണയോടെ ഏറ്റെടുക്കണമേ കർത്താവേ. വാദരോഗങ്ങള്, വ്യത്യസ്തങ്ങളായ അപൂർവ രോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, PCOD രോഗങ്ങള്, ഈശോയെ അർസസ് രോഗങ്ങള്, ഫിഷർ രോഗങ്ങള് ഈശോ ഏറ്റെടുക്കണമേ. യേശുവിന്റെ നാമത്തില് മാരക രോഗങ്ങള് സൗഖ്യമാകട്ടെ. സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ അതൊരു നിസ്സാര കാര്യമായി ഞാൻ കരുതണില്ല. മക്കളുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ മുമ്പിലൊക്കെ തോറ്റു നിൽക്കുന്ന അപ്പൻ ഒരു പ്രാർത്ഥനയുടെ തേങ്ങല, അത് നമ്മുടെ കണ്ണുനീരായി ആരാധനയെ വെക്കുമ്പോൾ അപ്പൻ്റെ സ്ഥാനത്താണ് ദൈവം നിൽക്കണത്. ആ അപ്പൻ നിങ്ങളെല്ലാവരെയും നിലനിർത്തി തരുമെന്നുള്ള വിശ്വാസമാണ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കുടുംബത്തിന് വരുമാന മാർഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജീവിക്കാൻ മാർഗമില്ലാത്തവര്, വരുമാന മാർഗങ്ങളില്ലാത്തവര്, ജോലി തടസ്സമുള്ളവരുടെ മേൽ കർത്താവിന്റെ കാരുണ്യം ചൊരിയട്ടെ. ഒന്നുമല്ല
സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ അതിനേക്കാൾ ഇരട്ടി സങ്കടമുണ്ട്. എന്താ കാര്യം? സാക്ഷ്യം പറയാൻ സാധിക്കാതിരിക്കുന്ന കുറേ ആൾക്കാരില്ലേ, അവരെ ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തന്നെ. നിങ്ങൾ ഓരോരുത്തരും പോയി രക്ഷപ്പെടണം കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ കൂട്ടത്തിൽ ഇരിക്കുന്ന കുറേ ആൾക്കാർ കർത്താവേ ഇപ്പോഴും എൻ്റെ കാര്യത്തിനൊരു തീരുമാനമില്ലാതെ നീങ്ങുകയാണല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് സങ്കടമാണ്. എനിക്കകത്തിരിക്കുമ്പോൾ ആ സങ്കടമാണ് ഫീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇതുവരെക്കും ഒരു സാക്ഷ്യം പറയാനുള്ള അവസ്ഥ കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ ജോലിക്കായാലും വിവാഹത്തിനായാലും വരുമാനത്തിനായാലും കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും മക്കളെ. കർത്താവായ ദൈവമേ, ഇതുവരെക്കും സാക്ഷ്യം പറയാൻ പറ്റാതെ വന്ന മക്കളെ അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഇതുവരെക്കും അനുഭവം കിട്ടാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് അവരിലേക്ക് ആവശ്യിക്കട്ടെ. എന്താ അച്ഛനെ ഉദ്ദേശിക്കണത്? ചിലപ്പോൾ ജോലിയുടെ ഇൻ്റർവ്യൂ ഡേറ്റ് ആകാം, പരീക്ഷാ ഡേറ്റുകളാകാം, ചിലപ്പോൾ നിങ്ങൾ പോകേണ്ട യാത്രയുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ പോകണം, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകണം. ചിലപ്പോൾ അവിടെ ആളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. പക്ഷെ നമുക്കത് കിട്ടാതെ വരെ മാർഗമില്ല. നമുക്കാണെങ്കിൽ പ്രത്യേക സ്വാധീനവും അവിടെ ഇല്ല. ഒന്നോർത്താൽ ഒരു സ്വാധീനം ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ആധ്യാത്മികമായിട്ട് നല്ലത്. കാര്യം എന്താണ്? അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഈശോയിലെ ആശ്രയിച്ചിട്ട് അവിടം വരെ ജപമാല ചെല്ലും. അതാണ് നമ്മുടെ പരിപാടി. എൻ്റെ പരിപാടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ദൈവത്തിലാണ് സ്വാധീനം വേണ്ടത്. മനുഷ്യന്മാർ വരികയും പോവുകയൊക്കെ ചെയ്യും. ഒരു നിമിഷം കണ്ണടച്ച് കർത്താവെ എനിക്ക് നിന്നിൽ മാത്രം ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. ഡേറ്റുകളെ ഓർക്കുക മക്കളെ. എന്തിൻ്റെയും ഡേറ്റ് ഓർക്കാം കേട്ടോ. തീയതി സമയമൊക്കെ കൃപാസന അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ മേഖലയാണ്. ആൾക്കാർ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നാണ് നമ്മൾക്കതൊക്കെ കൂടുതൽ തിരിച്ചറിയണത്. എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രോഗങ്ങളാകാം, ഓർക്കാം, ഇപ്പോഴും ഓർക്കാം. അവസാനം നമ്മൾ അതിനു വേണ്ടി എല്ലാം വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാഗോടമ്പടി നടക്കാത്തവർ, കോടതി കേസുകൾ, സ്ഥലം അളവുകൾ, നഷ്ടപ്പെട്ട പണം, രേഖകൾ, പ്രമാണങ്ങൾ, തർക്കപ്പുരയിടങ്ങൾ, ഓഫീസിലൊക്കെ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ ഒക്കെ ഓർക്കുക. ചെയ്യാത്ത കുറ്റത്തിന് ഗ്രൂപ്പുകളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, നമ്മൾ വേല ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രൂപ്പുകൾ, അതിൻ്റെ ബലിയാടായി നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം ഇപ്പോഴും അമ്മ വഴി ഈശ്വരനോട് കരഞ്ഞു പറയേണ്ട സമയമാണ്. കണ്ണിനെ സ്പർശിച്ച് കർത്താവ് സൗഖ്യം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. കണ്ണിന് കാഴ്ചക്കുറവും മറ്റ് കരുകരിപ്പും ഒക്കെ ഉള്ളവർ കണ്ണിനെ സ്പർശിച്ചുകൊണ്ട് സ്വന്തമായി സ്തുതിച്ചുകൊണ്ടിരിക്കാവുന്നതാണ്. ഉദരം തൂങ്ങണ രോഗങ്ങളാ, അടിവയറ് തൂങ്ങണ രോഗങ്ങൾ, വെള്ളക്കെട്ടുകളോ മൂത്രാശയത്തിലെ പെരുപ്പോ
ഗർഭാശയമോ മൂത്രാശയമോ ഇടിവോ ഒക്കെ ഉണ്ടാകുമ്പോൾ അടിവയറ് തൂങ്ങണ രോഗങ്ങളുണ്ടാകും. ആ വ്യക്തികളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. മൂക്ക് അതിൻ്റെ ഉള്ളിലുള്ള ദ്വാരങ്ങൾ, അസ്ഥി ദ്വാരങ്ങളെ കാണിക്കുന്നുണ്ട്. മൂക്കിൻ്റെ ഉള്ളിലുള്ള അസ്ഥികളിലുണ്ടാകുന്ന, തലയോട്ടുണ്ടാകുന്ന ഈ ദ്വാരങ്ങളുണ്ടാകത്തില്ലേ, മൂക്കിനും കണ്ണിനൊക്കെ വരെ കുഴികളുണ്ടാകല്ലേ, അസ്ഥികളിൽ തലയോട്ടിൽ തന്നെയുള്ള ജന്മനാ ഉള്ള അവിടെയൊക്കെ എന്തെങ്കിലും തകരാറുകളോ ദ്രവിപ്പോ ഒക്കെ ഉണ്ടാകുന്നവർ അവിടെയെല്ലാം കൈ പൊത്തിക്കൊണ്ട് സ്തുതിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധമേ, ദൈവമാതാവേ, സകല മക്കളുടെയും രോഗങ്ങളെ ഹല്ലേലൂയ. നെയ്യ് തൂങ്ങുന്നവർ, അതായത് നെയ്യ് എന്ന് വെച്ചാൽ നെയ്യ് എന്തോ ആണെന്ന് അറിയത്തില്ല, ഈ കണ്ണിൻ്റെയൊക്കെ ഉള്ളിൽ താഴേക്ക് ചിലപ്പോൾ കഫം ചാടിക്കൊണ്ട് അവിടെ സഞ്ചി പോലെ കിടക്കും. കഫം, നെയ്യ്, വേറെ എന്തെങ്കിലും ലിക്വിഡൊക്കെ എവിടെയെങ്കിലും ഇങ്ങനെ തൂങ്ങിക്കിടക്കണവരെ ഉള്ളിലാണ്. ചിലപ്പോൾ അറിയത്തില്ല, ഹിഡിനെസ് നമുക്ക് തോന്നിക്കും. ആ മേഖലയെല്ലാം അങ്ങനെ ഒരു ഉരപ്പം, അതുപോലെ തന്നെ ഒരു തൂക്കം ഉള്ളിൽ തോന്നുന്നവർ അവിടെ എല്ലാം കൈ വെച്ചുകൊണ്ട് സ്തുതിക്കേണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. I command you, the name of Jesus Christ to be healed. കർത്താവേ, സുഖപ്പെടുത്തുന്ന ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമാപന ആശീർവാദമാണ്. ചെറിയ അറിയിപ്പുകളുണ്ട്. ഇത് മാസത്തിൻ്റെ അവസാനത്തെ ഉടമ്പടി ധ്യാനമാണ്. അടുത്ത ചൊവ്വാഴ്ചയും തിങ്കളാഴ്ചയുമൊക്കെ ഈ മാസത്തിൻ്റെ തന്നെ ലാസ്റ്റ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമാണ്. പക്ഷേ ഉടമ്പടി ധ്യാനം ഇന്നുകൊണ്ട് 8ാമത്തെ ധ്യാനം തീരുകയാണ്. ആരും വഴിതെറ്റി അടുത്ത ആഴ്ച വരരുത്. വരാം, ആർക്ക് വരാം? ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് വരാം. തിങ്കളാഴ്ചയും പുതുക്കുന്നുണ്ട്, ചൊവ്വാഴ്ചയും ഉടമ്പടി പുതുക്കുന്നുണ്ട്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും പുതുതായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്യാം. അടുത്ത തിങ്കളാഴ്ച എന്ന് പറയുന്നത് 5ാമത്തെ തിങ്കളാഴ്ചയാണേ. നമുക്ക് 4 തിങ്കളാഴ്ചയല്ലേ ഉള്ളൂ പ്രാർത്ഥന. ഓർത്തേക്കണം, ആരെങ്കിലൊക്കെ അറിയാതെ വരാതിരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം. അവിടെ പ്രാർത്ഥന ഉടമ്പടി ധ്യാനമില്ല, പക്ഷേ ഉടമ്പടി പുതുതായിട്ട് ചെയ്യാനുള്ളവർക്ക് തിങ്കളാഴ്ച ചെയ്യാൻ പറ്റും. ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് പുതുക്കി കൊടുക്കും. ചൊവ്വാഴ്ചയും ഉടമ്പടി ചെയ്യാനുള്ളവർക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റും. ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1, 2, 3, 4 തിങ്കളാഴ്ച, 1, 2, 3, 4 ചൊവ്വാഴ്ചയാണ് ഉടമ്പടി ധ്യാനമുള്ളത്. പിന്നെ അടുത്ത മാസം മുതൽ ഒരു പുതിയ ധ്യാനം കൂടിയുണ്ട്. എന്താ കാര്യം? ഇപ്പോൾ കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നുണ്ട്, കാര്യം ഉദ്യോഗസ്ഥന്മാർക്കൊന്നും വരാൻ പറ്റണില്ല, എല്ലാം വർക്കിംഗ് ഡേയ്സ് അല്ലേ. അപ്പോൾ അവർക്ക് ഭയങ്കര 3 മാസമായിട്ട് ഭയങ്കര സങ്കടമൊക്കെയാണ് വന്ന് ഓഫീസിൽ പറഞ്ഞിട്ട് പോണത്, ഞങ്ങൾക്ക് വരാൻ പറ്റണില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കണത് ഓഗസ്റ്റ് മാസം മുതൽ 2nd സാറ്റർഡേ കൂടി ഉടമ്പടി ധ്യാനം വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓഗസ്റ്റ് മാസം മുതൽ 2nd സാറ്റർഡേയിലും ഉടമ്പടി ധ്യാനമായിരിക്കും. പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ വരാൻ. പണ്ടത്തെ ഞായറാഴ്ച നമുക്ക് ധ്യാനം ഉണ്ടായിരുന്നല്ലോ, അതാണ് കട്ടായി പോയത്. കാര്യം എന്താ കട്ടായാൻ പോകാൻ കാര്യം? എല്ലാവരും കൂടി വന്ന് റോഡിൽ പോയി നിന്ന് അവസാനം ട്രാഫിക് പ്രശ്നമായി. ആ പ്രശ്നം വെച്ച് കൈകാര്യം ചെയ്ത് വേറെ ആൾക്കാർ പലതരത്തിലും നമ്മൾ ഉപദ്രവിച്ചു. സാരമില്ല, അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഇതുപോലെയൊക്കെ ദൈവികമായ അടയാളങ്ങൾ ശക്തിപ്പെടുന്നതനുസരിച്ച് കൊണ്ട് ഇതുപോലെയുള്ള ആക്രമണങ്ങളുണ്ടാകും. ചില യാഥകളൊക്കെ നടക്കാൻ പോകണമെന്നൊക്കെ കേട്ട്, നല്ല കാര്യം. അപ്പം നിങ്ങളത് പ്രെയർ ചെയ്യണം. അപ്പോഴ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. എന്താണ്? പ്രാർത്ഥന. പ്രാർത്ഥന കൊണ്ടാണ് ദൈവജനം വിശുദ്ധീകരിക്കണം, ദൈവജനം ശക്തീകരിക്കണം. അതിനുള്ള സംവിധാനം ഉണ്ടാകണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അനുഭവങ്ങൾ, ഇപ്പം ഞങ്ങൾക്ക് എല്ലാ അനുഭവങ്ങളും ഇവിടെ പറയാൻ പറ്റണില്ലല്ലോ, നമുക്ക് സമയം കുറേ ഉള്ളത്. 2.5 മണിക്കൂറാണ് മാക്സിമം സാക്ഷ്യമുള്ളത്. കുറേ സാക്ഷ്യങ്ങൾ മാറ്റുകയാണ്, സമയമില്ലാത്തതുകൊണ്ട് മാറ്റുകയാണ്. അപ്പം നിങ്ങൾക്കൊരു പണി ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തന്ന അനുഭവങ്ങളില്ലേ,
നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാമല്ലോ. മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റു പറഞ്ഞാൽ പോരെ? മനുഷ്യരുടെ മുമ്പിൽ കർത്താവിനെ ഏറ്റു പറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. അപ്പം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അതിനെ വീഡിയോ എടുത്ത് നിങ്ങളുടെ എത്രയോ പേരാണ് സ്വന്തമായിട്ട് ഇപ്പോൾ അവിടെ ജീവിതാനുഭവങ്ങൾ, സുവിശേഷ സാക്ഷ്യങ്ങൾ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മനുഷ്യരുടെ മുമ്പിൽ പങ്കുവെക്കണത്? എന്തിനാണ് അങ്ങനെ പങ്കുവെക്കണത്? അപ്പം മനസ്സൊക്കെ ഇടിഞ്ഞ് തകർന്ന് തിരക്കാരും നോക്കാനും ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? അവർക്കൊക്കെ പ്രത്യാശ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ സുവിശേഷം. നീ ഒറ്റക്കല്ല, നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ നിൻ്റെ ദൈവമുണ്ട് നിൻ്റെ കൂടെ എന്നാണ് സാക്ഷ്യങ്ങൾ പറയണത് അല്ലേ? ആ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു ത്രില്ലടിക്കും നമ്മളെ. ദൈവം തൻ്റെ ജനത്തെ കൈവിട്ടിട്ടില്ല, കോരിപ്പിടിച്ചിരിക്കണം എന്നല്ല പറയണത്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റണമെങ്കിൽ ഫേസ്ബുക്കിലിടാം നിങ്ങളുടെ ഫോട്ടോ. ഞാൻ ഉടമ്പടി എടുത്തു, എനിക്ക് ഇന്ന അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ദൈവം മഹത്വപ്പെടും. പിന്നെ കൃപാസനത്തെക്കുറിച്ച് ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കൃപാസനത്തെ ഇങ്ങനെ നശിപ്പിച്ച് കളയണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് പലതരത്തിൽ. കാര്യം ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ്, വേറെ കുഴപ്പമില്ല. സഭയിലുള്ളവർ എന്നോട് പറയണത് സാക്ഷ്യം കുറക്കാനാണ് പറയണത്. ആൾക്കാർക്ക് അസൂയ കുറയാൻ വേണ്ടിയാണ്. സാക്ഷ്യം കുറക്കാനാണ് സഭയെന്നും അച്ഛന്മാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയണത്. സാക്ഷ്യം കുറച്ചാൽ പ്രസംഗം തീർന്നെന്ന്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഉടമ്പടിയല്ലേ അത്? ഉടമ്പടിയുടെ പ്രകാരമല്ലേ ദൈവം മക്കളെ രക്ഷപ്പെടുത്തുന്നതും സുഖപ്പെടുത്തുന്നതും. അപ്പോൾ അത് ദൈവ സമൂഹത്തിന് മധ്യത്തിൽ പറയുമ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നവനെ ദൈവത്തിൽ ആശ്രയിക്കാനും പ്രാർത്ഥിക്കാനും പ്രാർത്ഥിച്ച് വിശ്വാസം വർദ്ധിക്കുവാനും സുവിശേഷത്തിൻ്റെ വെളിച്ചം കിട്ടാനും നമ്മളെ ദൈവം ഉപകരണമാക്കുകയാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ. 2 അപൂർവ സംഭവങ്ങളല്ലേ നടന്നത്. ഒന്ന് അമ്മയുടെ പ്രത്യക്ഷപ്പെടലും, പിന്നെ ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു പ്രത്യേക പ്രാർത്ഥനയും. അതുവഴി ജനം വിശുദ്ധീകരിക്കുന്നു, ശക്തീകരിക്കുന്നു. പ്രാർത്ഥന പോലും കെട്ടുപോയ കുടുംബങ്ങളിൽ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. സഭയത്ത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സഭയിൽ പുതിയ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. കുരിശിൻ്റെ വഴി, ജപമാലയൊക്കെ 10,000 കൊല്ലത്തിനുള്ളിൽ രൂപപ്പെട്ടു വന്ന പ്രാർത്ഥനകളാണ്. കുരിശിൻ്റെ വഴിയൊക്കെ ഫ്രാൻസിസ് അസിസിയാണ് കുരിശിൻ്റെ വഴി വെളിപ്പെട്ട് കിട്ടിയത്. അദ്ദേഹം സ്വന്തമായ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാലത്തൊന്നും, മരണം വരെ ഈ പ്രാർത്ഥനയൊന്നും അംഗീകരിച്ചിട്ടില്ല. അതിനുശേഷമാണ് കുരിശിൻ്റെ വഴിയൊക്കെ അംഗീകരിച്ചത്. നൊവേന പ്രാർത്ഥനകൾ ഇതുപോലെ വന്നതാണ്. 150 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് നൊവേന പ്രാർത്ഥനയ്ക്ക് സഭയുടെ അംഗീകാരം കിട്ടിയത്. ഈ ഉടമ്പടി പ്രാർത്ഥന രൂപതയിലെല്ലാം വിശദീകരിച്ച് രൂപതാധ്യക്ഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഉടമ്പടി ചെയ്ത് ഇപ്പോഴും നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോരോ സമയത്തും എന്തെങ്കിലും ദൈവശാസ്ത്രപരമായ വിഷയങ്ങളുണ്ടെങ്കിൽ രൂപതാധ്യക്ഷനെ വിളിച്ച് സംസാരിക്കും. പിതാവ് പറഞ്ഞ പോലെയാണ് നമ്മളെ കർത്താവിൻ്റെ പദ്ധതി പ്രകാരം അത് നടത്തിക്കൊണ്ട് പോരണം. അപ്പം അതിൻ്റെ സാക്ഷ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ. ദൈവം ആദിമ സഭയിൽ എന്താ ചെയ്യുന്നത്? അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചതല്ലേ. സ്ഥിരീകരണം വരേണ്ടത് എവിടുന്നാണ്? ദൈവത്തിൽ നിന്നാണ്, അടയാളങ്ങളിലൂടെയാണ്. ആ അടയാളങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളുമല്ലേ, എല്ലാ മണ്ഡലങ്ങളിലുമാണ് ഉടമ്പടി സ്പർശിക്കുന്നത്. എല്ലാ രോഗസൗഖ്യത്തെയോ അല്ലെങ്കിൽ മദ്യപാനത്തെ മാത്രമല്ല, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ആത്മീയ ഭൗതികമായ എല്ലാ മണ്ഡലങ്ങളെയുമാണ്. പക്ഷേ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെ വിശദീകരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇടയ്ക്ക് ഉടമ്പടിയുടെ ഒരു കാരണവശാലും ഉടമ്പടി ഉഴപ്പരുത്. അതാണ് ഞാൻ ഇത്രയും കർക്കശമായി സംസാരിക്കണവരെ. കാര്യം നിങ്ങൾ പഴയ രീതി അനുസരിച്ചുകൊണ്ട് അല്പം അനുഗ്രഹം ലാഗ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉടനെ ഉടമ്പടി പ്രാർത്ഥന മുടക്കി അല്ലെങ്കിൽ വിശുദ്ധീകരണം മുടക്കി. ഒരു കുഞ്ഞ് പറഞ്ഞു കേട്ടാ, എനിക്ക് കൈ വിട്ടു പോയപ്പോൾ കാശ് കിട്ടത്തിന് ഉറപ്പായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പോയി കുമ്പസാരിച്ചെന്ന്. ആ സാക്ഷി കേട്ടില്ലേ? അതാണ് സംഭവം. അതെന്തുകൊണ്ടാണ് അങ്ങനെ അവൾക്ക് കുമ്പസാരിക്കാൻ തോന്നിയത്? പരിശുദ്ധാത്മാവ് പറഞ്ഞു, എൻ്റെ മകളെ നീ ശക്തീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ എളുപ്പമാകും. അതാണ് ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. സാക്ഷ്യങ്ങൾ ഭയങ്കര സംഭവമാണ്. അതിലൂടെ നമുക്ക് ദൈവമാണ് നമ്മളോട് സംസാരിക്കണത്.
സാക്ഷ്യങ്ങളിലൂടെ ദൈവിക പദ്ധതികളല്ലേ വെളിപ്പെട്ടത്. എത്ര കാര്യങ്ങളാണ് ഇന്ന് അവരിലൂടെ സാക്ഷ്യം പറഞ്ഞതിലൂടെ നമ്മൾ കേട്ടത്. കർത്താവിൻ്റെ വഴികൾ, അതുപോലെ എൻ്റെ മക്കൾ തീരുമാനിക്കണം. ഞാൻ ഉടമ്പടി കർത്താവിനോട് ചെയ്തതാണ്. പരിശുദ്ധമ്മയാണ് അതിൻ്റെ മധ്യസ്ഥയും സാക്ഷിയും. ഞാനത് ഉറപ്പിച്ച് നിൽക്കും. എന്നിട്ട് ഞാൻ കർത്താവാണ് എൻ്റെ ലക്ഷ്യം. ഇന്ന് എന്താ ഉടമ്പടി പറഞ്ഞത്? യേശുവാണ്, യേശുക്രിസ്തുവാണ് ഉടമ്പടിയുടെ ആത്യന്തികമായ ലക്ഷ്യം. നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് യേശു അൾട്ടിമേറ്റ് പ്രോമിസ്, അൾട്ടിമേറ്റ് എൻഡ് ഓഫ് കവനൻ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നല്ലേ ഇന്ന് പറഞ്ഞത്. അപ്പം അച്ഛൻ്റെ പഴയ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ട് പ്രാർത്ഥിച്ച് അരൂപി നിലനിൽക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നമുക്ക് നേർച്ച വസ്തുവിനെ ആശീർവദിക്കാം. സമാപന ആശീർവാദം. ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് കർത്താവ് ഇത്രയും സമയം നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. May bless him, bring health in body, amen. Peace and harvest of thanks. Lord, infuse his spirit. Lord, infuse his spirit of power and grace. സമാപന ആശീർവാദമാണ്. യാതൊരുവിധ അനൗൺസ്മെൻറ്റും ഓഫീസിൽ നിന്ന് പോകരുത്. ആശീർവാദത്തിൻ്റെ കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്. ഒരു അനൗൺസ്മെൻറ്റും ഓഫീസിൽ നിന്ന് പോകരുത്. ആരെങ്കിലും മിസ്സാകുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ് കഴിയുമ്പോൾ ഓഫീസിൽ വന്നാൽ മതി. മാരയും സ്വർണ്ണമൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അനൗൺസ്മെൻറ്റും ഓഫീസിൽ നിന്ന് പോകരുത്. പ്രാർത്ഥനയുടെ അന്തരീക്ഷം കളയരുത്. സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഉടമ്പടി ചെയ്തവർ യേശു ക്രിസ്തുവിനെയാണ് നേടുന്നത്. യേശുവേ ബോധ്യപ്പെടുത്തി ദൈവമേ നന്ദി പറയുന്നു. ഈശോയെ അനുഗ്രഹിച്ച കർത്താവേ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ അനുഗ്രഹിച്ച കർത്താവേ ഞങ്ങളെ പുതിയ ബോധ്യങ്ങൾ തന്ന് അനുഗ്രഹിച്ച കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നീയാണ് എല്ലാം. യേശുവേ യേശുവേ നന്ദി പറയുന്നു കർത്താവേ. ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിനെ തന്ന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ പോലും നശിച്ചു പോകാതിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, കാരുണ്യമേ